ഇന്ന് ഞാൻ ക്ലാസ്സിൽ ഒട്ടും ഉറക്കം തൂങ്ങാണ്ടും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടാണ് ക്ലാസ്സിലിരുന്നത് വെച്ചാൽ. കാരണം ഇന്ന് ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ദൃശ്യം 3 കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ നേരെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി ഒരു കപ്പലണ്ടിയും വാങ്ങിച്ച് അമ്മേനെയും പിക്ക് ചെയ്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കണേന്ന് കേട്ടോ. അപ്പോൾ 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു വൈറ്റില വരെ. കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു ബസ്സിൻ്റെ അകത്ത്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ബസ്സിൽ വെച്ച് ഒരു ആൻറ്റീനായിട്ട് ചെറിയൊരു ഇടി ഉണ്ടായതുകൊണ്ടിട്ട് എനിക്ക് നല്ലപോലെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്. കാരണം എൻ്റെ അകത്ത് തെറ്റൊന്നും ഇല്ലാണ്ട് ആൻറ്റി വെറുതെ എൻ്റെ അടുത്ത് വെച്ചെടുത്തുകൊണ്ടിട്ട് തിരിച്ചൊന്നും ഞാൻ പറഞ്ഞുമില്ല എന്നേ. അതുകൊണ്ട് എനിക്കത് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ എപ്പോൾ ന്യൂക്ലിയസിൽ സിനിമ കാണാൻ പോയി ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാറുണ്ട് ഞാനും അമ്മയും കൂടെ. അവിടെ നിന്ന് ഇന്ന് ഞാൻ അടയാണ് കേട്ടോ കഴിച്ചത്. ആ അടയുടെ ഉള്ളിൽ അവിൽ നനച്ചതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷയിലൊക്കെ കയറി നേരെ ന്യൂക്ലിയസ് മാളിലെത്തി. ഞാനും അമ്മയും കൂടെ കരുവക്കപ്പുറത്തിനകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമ കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും സ്മാർട്ടിൽ നിന്നാണ് സാധനം വാങ്ങിക്കുക. ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും തിന്നാനായിട്ട് ഈ പക്കാവടയും വാങ്ങിച്ച്, പിന്നെ അതിലേട്ടൻ വരാൻ വേണ്ടി കുറച്ച് ടൈമുള്ളത് കൊണ്ടിട്ട് അവിടേക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണമായിരുന്നു. സമയമുണ്ടല്ലോ, 7 മണിക്കായിരുന്നു ഷോ. അങ്ങനെ അവിടെ എത്തി. സമയം ആവാറായപ്പോഴേക്ക് നോക്കിയപ്പോൾ ഉണ്ടടാ നല്ല ക്യൂ. പിന്നെ ഒരു ചേച്ചിയുടെ കൊടുത്ത് ഇടയ്ക്കിട്ട് ബെല്ലടിപ്പിച്ച്. പിന്നെ അതിലേട്ടൻ മെക്ഡൊണാൾഡ്സിൽ നിന്ന് ബർഗർ വാങ്ങി കയറിയപ്പോൾ ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ച് പിന്നെ നേരെ സിനിമ കയറി. എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എൻ്റെ കുടുംബം. അങ്ങനെ ഞങ്ങൾ സിനിമയും കണ്ട് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോരാൻ നേരത്തായപ്പോഴുണ്ട് നെട്ടൂരെത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല മഴ കിട്ടി. കുറച്ച് നേരം കയറി നിന്ന് പിന്നെ നേരെ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായി. വീട്ടിൽ വന്ന് ഡ്രസ്സും മാറി ഞാൻ കിടന്നുറങ്ങാൻ പോകും.